ജയൻ ചേട്ടാ നമസ്കാരം. ജയൻ ചേട്ടനെ അറിയാം, എനിക്ക് ജയൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആരാധനയുണ്ട്. ഞാൻ മനസ്സിൽ ഒരുപാട് പൂജിക്കുന്ന ഒരു വോയിസാണ് ജയൻ ചേട്ടൻ. അതുപോലെ തന്നെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ജയൻ ചേട്ടന് സിംഗേഴ്സിൽ ഏറ്റവും മേലെ വച്ചേക്കണ ഒരു വോയിസാണ് സുശീലാമ്മ എന്ന് എനിക്കറിയാം. ജയൻ ചേട്ടൻ സുശീലാമ്മയെ പറ്റി പറഞ്ഞ് ഇങ്ങനെ വാചാലനാവുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് സിംഗറാണ് സുശീലാമ്മ. അപ്പോൾ ഇപ്പോൾ ജയൻ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ ജയൻ ചേട്ടൻ്റെ കൂടെ നിന്ന് പാടുമ്പോൾ സന്തോഷത്തോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം ആ റെസ്പെക്റ്റ് കൂടിയിട്ടുള്ള പേടി. അതുപോലെ സുശീലാമ്മയുടെ കൂടെ പാടുമ്പോൾ ജയൻ ചേട്ടൻ ആദ്യം പേടി തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ പാടുമ്പോൾ എന്താണ് ജയൻ ചേട്ടന് തോന്നണത്? ഇപ്പോഴും കുറച്ച് പേടിയുണ്ടോ അതോ ജയൻ ചേട്ടൻ്റെ സന്തോഷമാണോ? സുശീലാമ്മയുടെ കൂടെ പാടുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. എന്താ വെച്ചാൽ അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ആ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോയിസിൽ നമ്മുടെ വോയിസ് മുങ്ങിപ്പോവും. റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ സുശീലാമ്മ ഈ മൈക്ക് ഇത്ര ദൂരത്തുനിന്ന് പാടാറുള്ളൂ, അവരിങ്ങനെ തിരിച്ചു നിന്ന് പാടുള്ളൂ. സുശീലാമ്മയുടെ കൂടെ പാടുമ്പോൾ നമ്മൾ കെയർഫുൾ. ഞാൻ പലപ്പോഴും അതേ ഡിസ്റ്റൻസ് നിന്ന് പാടിയിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കില്ല, അത്ര പവർഫുൾ വോയിസാണ്. അപ്പോൾ നമ്മളെന്താ, പിന്നെ എനിക്ക് മനസ്സിലായി ആ ടെക്നിക്ക്. പിന്നെ സുശീലാമ്മ ഇത്ര നോക്കുമ്പോൾ നമ്മൾ ഇത്ര അടുത്തുനിന്ന് പോകും, എന്നാലേ നമ്മുടെ വോയിസ് നോർമലായിട്ട് കേൾക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഫീലിംഗ്, ഒരു പാട്ടിൻ്റെ ഫീലിംഗ് കൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെ പാടണം. അങ്ങനെ ഇങ്ങനെ പാടി വരും. നമ്മൾ പാടി കൊടുത്തു കഴിയുമ്പോൾ ഈ അമ്മ അവരൊന്നും ആലോചിക്കാണ്ടെങ്കിൽ പാടുക, ഇതിൻ്റെ ഡബിള് എക്സ്പ്രഷൻ വന്ന് പാടിക്കളയും. നമ്മളിങ്ങനെ വായ വിളിക്കും. അത് ഗിഫ്റ്റ്. അത് ഒരു ഞാൻ ശരത്ത് പറയണം പാട്ട് ജയേട്ടാ, അവർ പാടുന്ന സംഗതികൾ അവർ സംഗതിയായിട്ട് പാടില്ല, അവരിലുണ്ട്. അത് ദാറ്റ് ഈസ് വിത്ത് ഹെർ. അവർ രണ്ടര ശബ്ദം അങ്ങനെയാണ്. ഒരു പാട്ടിനകത്ത് മൃഗയല്ല അതങ്ങനെ അവരുടെ വോയിസിൽ അങ്ങനെയാണ്. അവർക്ക് അത് വരൂ, വേറെ ആൾക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. സത്യം ഞാൻ പറയുന്നു, അവർ പാടുന്ന പോലെ ഒരാൾക്ക് പാടാൻ കഴിയില്ല. സുശീലാമ്മയും ജയേട്ടനും കൂടി പാടിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ ജയേട്ടനിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചൊരി ചേതോഹരാങ്കിതൻ രൂപം നിന്നകം കൊണ്ടപ്പോൾ ഉയിരിട്ടുവോ അന്ന് നിന്നിലെ മോഹങ്ങൾ കളിരിട്ടുവോ. അപ്പൊ എൻ്റെ കല്ലിൽ കൊത്തിവച്ച കവിതേ നിന്റെ കനകച്ചിലങ്കയിലുങ്ങിയതെങ്ങിനെ മാറിടം തുടിക്കും പ്രതിമേ നിന്റെ മേലാസകലം തളിരിട്ടതെങ്ങനെ. ആ പ്രതിമ നീയാണ്, ശില്പി ഞാനും, സത്യം മാഷ്. അതൊരു സത്യമാഷിന് വലിയ ഫാനല്ലേ? അയ്യോ ആണോന്നോ? അല്ല, മലയാള സിനിമയിൽ അങ്ങനെ ഒരു നടൻ, എൻ്റെ നമ്പർ 1 ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എൻ്റെ മനസ്സിൽ സത്യമാഷാണ്. പ്ലസ് നസീർ സാർ, അത് വേറെ സ്റ്റൈലാണ്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റാണ്. നസീർ സാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രണയ നായകൻ. അദ്ദേഹം പാടുന്ന പോലെ ഭംഗി വേറെ ആര് പാടിയാലും, നമ്മുടെ പാട്ടുകൾ അദ്ദേഹം പാടി അഭിനയിക്കുമ്പോഴതിൻ്റെ ഭംഗി വേറൊരു നടനും കിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ്. അത്ര മനോഹരം, ബ്യൂട്ടിഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ ലിപ് മൂവ്മെൻറ്റ്സും ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖവും എല്ലാ ആംഗിളിലും ഭംഗിയാണ് അദ്ദേഹത്തിനെ കാണാൻ. അങ്ങനെ ഒരു നടൻ ഉണ്ടായിട്ടില്ല. നസീർ സാറ് അടിമുടി സുന്ദരൻ, സമ്പൂർണ്ണ സുന്ദരൻ.